ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഹെറോദേസിനെ കുറിച്ചാണ്. ഗലീലിയയുടെ സാമന്ത രാജാവായിരുന്നു ഹെറോദോസ്. ഇദ്ദേഹത്തിന്റെ പിതാവിനെ നമുക്കറിയാം, ഹെറോദോസ് അന്തിപ്പാസ്. അദ്ദേഹമാണ് ബത്ലഹേമിലെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാം വധിച്ചു കളഞ്ഞത്. ഇനി ഹെറോദോസിനെ കുറിച്ച് പറയുമ്പോഴേക്കും അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ലോകത്തിന്റെ സുഖലോലുപത ആസ്വദിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് യോഹന്നാന്റെ ശിരസ് ഛേദിക്കുന്നത് ഹെറോദോസ് ആണ്. ഇവിടെ പീലാത്തോസ് ആണ് ഈശോയെ ഹെറോദോസിന്റെ അടുത്തേക്ക് അയക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, പടയാളികളും ഹെറോദോസും കൂടി ചേർന്ന് ഈശോയുടെ പരിഹസിച്ചു ചിരിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഹെറോദോസ് ഒരു വെള്ളക്കുപ്പായം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് വീണ്ടും തിരികെ അയക്കുന്നുണ്ട്. ഇവിടെ വെള്ളക്കുപ്പായം ധരിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം ഈശോയെ പരിഹസിച്ചു അയച്ചു എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഹെറോദോസിനെ കുറിച്ച് കേൾക്കുമ്പോഴേക്കും ഇവർക്കൊക്കെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയ ചില കഥാപാത്രങ്ങളാണ് പീലാത്തോസ്, ഹെറോദോസ് എന്നിവരൊക്കെ. ഇപ്പൊ നമ്മൾ ഈ തപസ്സുകാലത്ത് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോഴേക്കും ദൈവഹിതത്താല് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ തപസ്സുകാലം ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.